വളരെ ഗൗരവത്തോടെ ആലോചിക്കണം. ഹബീബ് മഹ്ബിന് ഹഫീദ് യമനിൽ നിന്ന് വന്നു, ഹഫിളഹുല്ലാഹ്. അവർ യമനിൽ നിന്ന് വന്ന് ഇവിടെ ഓതിയ ഒരു ഹദീസുണ്ട്. നാളെ പരലോകത്ത് മൊത്തം സൊഫുകൾ 120 120 സൊഫിൽ 80 സൊഫും ഈ ഉമ്മത്താണ്. ഇതിൽ 117 സൊഫും നരകത്തിലേക്കാണ്. 3 സൊഫുകൾ മാത്രമാണ് സ്വർഗത്തിലേക്ക്. അത് തന്നെ 1,60,000 വരുന്ന സ്വഹാബത്ത് മുഴുവനും അതിലുണ്ട്. ലക്ഷക്കണക്കായ അഹ്ലു ബൈത്ത് തങ്ങന്മാരും അതിലുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം അഹ്ബാബീങ്ങളായ നമ്മൾക്ക് എത്തിപ്പെടാൻ. ലോകതലത്തിൽ 1/4 ഭാഗം മുസ്ലിമീങ്ങളാണ്, 3 ഭാഗമാണ് വെളിയിലുള്ളത്. വെളിയിലുള്ളവരിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് വരാനുണ്ട്, ഈമാനിന്റെ പക്ഷത്തേക്ക് മരണസമയത്ത് വരാനുണ്ട്. തിരൂരിലെ ഒരമ്മ മരിക്കുന്ന സന്ദർഭത്തിൽ കലിമ ചൊല്ലി. അമ്മയാണ്, ഒരു സുജൂദും ചെയ്തിട്ടില്ല, ഒരു നോമ്പും നോറ്റിട്ടില്ല, ഒരു സ്വലാത്തും ചൊല്ലിയിട്ടില്ല. മരിക്കുന്ന അവസരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി. അല്ലാഹു അവരെ ഈ ട്രാക്കിലേക്ക് മാറ്റി സ്വർഗത്തിലേക്ക് പോയി. അങ്ങനെ എത്ര മനുഷ്യന്മാര്. എന്നാൽ എത്രയോ പള്ളിക്കാടുകൾ, താഴെക്കടക്കുന്നവരിൽ എത്ര ഈമാനില്ലാത്തവർ, എത്രയോ ചുടലകൾ, താഴെക്കടക്കുന്നവരിൽ എത്ര ഈമാനുള്ളവർ എന്ന് ആരിഫീങ്ങൾ പറഞ്ഞു വെച്ചത് യഥാർത്ഥത്തിൽ ഒരു വലിയ സംഗതിയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പേടിക്കേണ്ട, ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് നമ്മുടെ ഈമാനിന്റെ കാര്യം തന്നെയാണ്. ആരാണ് മുഅ്മിനായി മരിക്കുക? എന്താണ് മുഅ്മിനായി മരിക്കാൻ ചെയ്യേണ്ടത്? മുഅ്മിനായി മരിക്കുന്നത് മുഅ്മിനായി ജീവിക്കുന്നവരാണ്.